ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ അറിയാനായിട്ട് ശ്രമിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓൾ റൈറ്റ്, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതൊക്കെ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഓക്കെ, വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ജസ്റ്റിസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. And the master card here is no expectations, purely loves you. Okay, soul connection ആണ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തായിരിക്കും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തകളുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു റീബർത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരാണ്. അതായത് രണ്ടു പേർക്കും ഒരേ എനർജിയാണുള്ളത്. രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ള കാര്യം ഒരിക്കലും എന്താണ് അവസാനിച്ചു പോകുന്ന റിലേഷൻഷിപ്പ് അല്ല. ഒരിക്കലും ഒരാൾക്ക് മറ്റൊരാളെ വിട്ടുപിരിയാനാവില്ല എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ, ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നിങ്ങളുടെ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ അവരിലാണ് നിങ്ങൾ അർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് തന്നെ ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു സെയിം തിങ്കിങ് ആണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളതെന്നാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ഒപ്പോസിഷൻസ് ഉള്ള റിലേഷൻഷിപ്പാണിത്. അതായത് ഒരുപാട് തവണ നിങ്ങൾ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് പരസ്പരം ഒന്നിച്ച് ചേരാനായിട്ട്. പക്ഷേ എന്തൊക്കെയോ ചില പ്രോബ്ലംസ് അല്ലെങ്കിൽ ചില വ്യക്തികളായിരിക്കാം നിങ്ങളെ തമ്മിൽ അകറ്റുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത്രയും സ്ട്രഗിൾ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പോലും ഈ വ്യക്തി വളരെ ശക്തമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിലൊരു റീബർത്ത് ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും ഒന്നുപോലെ അത് ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കറണ്ട് എനർജിയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ആൻഡ് ഐ ആം ഡ്രീമിങ് അബൌട്ട് യു റൈറ്റ് നൗ, ഫീലിംഗ് സോ ക്ലോസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആണ് എങ്കിൽ പോലും ഓരോ ടൈമിലും അവർ നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്നതിനെക്കുറിച്ചുള്ള സങ്കല്പിക ലോകത്തിലാണ് ആ വ്യക്തി ഉള്ളതെന്നാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ അത്രത്തോളം അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ സ്പർശിച്ചിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ് നിങ്ങളുടേത് എന്നാണ് ആ വ്യക്തി പറയുന്നത്. യെസ്, നിങ്ങൾക്കിടയിൽ ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് എന്നാണ് കാണുന്നത്.
അതായത് നിങ്ങൾക്കാണ് കൂടുതലും പ്രോബ്ലംസ് ഉള്ളത്. നിങ്ങൾക്ക് ഒരുപാടായിട്ട് ഈ വ്യക്തിയിൽ വിശ്വാസമില്ലാത്തതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ആ വ്യക്തി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. മേ ബി അത് അവരുടെ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ലെസ് കോണ്ടാക്റ്റ് കൊണ്ടോ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയതായിരിക്കും. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ഗ്രാജുവലി അത് കുറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഇത്തരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായി, ഡൗട്ട്സ് ഉണ്ടായി എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് അത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഒരു കാര്യം ആ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഓക്കെ, അവരുടെ ജീവിതത്തിൽ നിങ്ങളെ അവർക്ക് ലഭിച്ചത് തന്നെയാണ് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നവർ പറയാണ് ഈ ഒരു മൊമെൻറ്റിൽ. ഓക്കെ, അവർക്ക് ചിലപ്പോൾ നേരിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സമയത്തൊന്നും ഇത്തരത്തിൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾ അത്രത്തോളം പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഓക്കെ, ലവ് യു ആർ മൈ ഹാർട്ട്, ഐ വോണ്ട് ടു സേ ഐ ലവ് യു. ഓക്കെ, ഈ ഒരു കാർഡ് കാണുമ്പോൾ തന്നെ അത്രയും ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ആ വ്യക്തി ഈ ഒരു നിമിഷത്തിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ അത്രയും ഇൻറ്റൻസ് ആയിട്ട് നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു കാർഡിലൂടെ നമുക്ക് അവരുടെ പ്രണയം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആൻഡ് ദെൻ ഇമോഷണൽ ബാഗേജ്, മൈ ഹാർട്ട് ഈസ് ടയർഡ് ഓഫ് ഗെറ്റിംഗ് ഹേർട്ട്, ഐ നീഡ് സ്പേസ്. ഓക്കെ, ഒരുപാട് വേദന അവരനുഭവിക്കുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ മറ്റ് വ്യക്തികളിൽ നിന്നുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതായത് അവർ എത്ര ശ്രമിച്ചിട്ടും ഈ വ്യക്തികളെ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെ ഒപ്പോസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അതിലവർ തളർന്നിരിക്കുകയാണ്. കാരണം ഈ റിലേഷൻഷിപ്പ് അവർ നേടിയെടുക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്ത് അവർ ഇമോഷണലി ഡൗൺ ആയിപ്പോയിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് നമുക്ക് കാണുന്നത്. പക്ഷേ ആ ഒരവസരത്തിൽ പോലും അവരുടെ മനസ്സിൽ നിറയെ നിങ്ങളാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്, ചിന്തകളാണ്, അതുപോലെ നിങ്ങളോടുള്ള അത്രയും ആഴത്തിലുള്ളൊരു പ്രണയമാണെന്നുള്ളതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, മാസ്റ്റർ കാർഡിൽ നമുക്ക് ആ ഒരു സോൾ കണക്ഷൻ്റെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നോ എക്സ്പെക്റ്റേഷൻസ് പ്യുവർലി ലവ്സ് യു. ഓക്കെ, അവർ നിങ്ങളിൽ നിന്നും ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊന്നിന് വേണ്ടിയിട്ട് ഒന്നുമല്ല അവർ പ്രണയിക്കുന്നത്. അവരത്രയും പ്യുവറായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു എന്നുള്ളതാണ് അവരുടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഫീലിങ്സ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ആ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, ആ വ്യക്തി എന്തൊക്കെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ദ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ ഈ ഒരു റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ട് എടുക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ആൻഡ് സീക്രട്ട് ലവ്സ് യു ഡീപ്ലി ബട്ട് വിൽ നെവർ എക്സ്പ്രസ്. ഓക്കെ, നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത അത്രയും ആഴത്തിൽ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. യു ആർ മൈ ഓക്സിജൻ, ഇമ്പോസിബിൾ ടു സ്റ്റേ അലൈവ് വിതൗട്ട് യു. ഓക്കെ, അവരുടെ ഓക്സിജനാണ് നിങ്ങൾ, അവരുടെ ജീവശ്വാസമാണ് നിങ്ങളെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങളില്ലാതെ അവർ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പറയുന്നത് അവരുടെ ലൈഫിൽ ഒട്ടും പോസിബിളായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഹാർട്ട് ബീറ്റാണ് നിങ്ങളുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്നതെന്നാണ്. അത്രയും അവർ നിങ്ങളെ ഡീപ്പായിട്ട് തന്നെ ഇപ്പോൾ പ്രണയിക്കുന്നുണ്ട്. ആ ഒരു ചിന്തയിലാണ് അവരുള്ളത്. ഐ വിൽ നോട്ട് എക്സ്പ്ലെയിൻ മൈസെൽഫ്, ഐ നോ ഐ എം റൈറ്റ്. ഓക്കെ, അവർക്ക് ചില തെറ്റുകൾ അവരുടെ ഭാഗത്തുണ്ട് എന്നുള്ളത് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ തരാനോ ക്ലാരിഫിക്കേഷൻ തരാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല. അവർ ചെയ്തത് ശരിയാണ് എന്ന് മാത്രമാണ് അവരിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നതും. ആൻഡ് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ഫോർ എവർ. ഓക്കെ, നിങ്ങളുടെ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ആണ് അവർക്കുള്ളത്. അവർ എപ്പോഴും അന്നും ഇന്നും എന്നും നിങ്ങളെ മാത്രമാണ് മനസ്സിൽ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ആ ഒരു ചിന്തയ്ക്ക് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. ഐ വിൽ ഓൾവേസ് വെയിറ്റ് ഫോർ യു ടിൽ മൈ എൻഡ് ഓഫ് ലൈഫ്. ഓക്കെ, എന്ത് സംഭവിച്ചാലും നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടുന്ന നിമിഷം വരെയും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ അവർ പറയുന്നത്. ഐ ആം അഡിക്റ്റഡ് ടു യു, കാൺട്ട് സ്റ്റോപ്പ് മിസ്സിങ് ആൻഡ് ലവിങ് യു. ഓക്കെ, നിങ്ങളോട് അവർക്ക് അത്രയും അഡിക്ഷനാണ്, ഒരു അഡിക്ഷനോട് കൂടിയുള്ളൊരു പ്രണയമാണ്. അതായത് നിങ്ങളുടെ പ്രണയമില്ലാതെ അവർക്ക് പറ്റുന്നില്ല.
ഓക്കെ, നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനോ ആ വ്യക്തിക്ക് കഴിയില്ല. അത്രത്തോളം ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ കാർഡ് ഹിയർ ഈസ് കമ്മ്യൂണിക്കേഷൻ. ഐ ലവ് യുവർ വോയിസ്. ഐ ക്യാൻ ടോക്ക് വിത്ത് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കാനായിട്ട് അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളോടിങ്ങനെ സംസാരിച്ചിരിക്കാനൊക്കെ ഇപ്പോൾ ഒരുപാട് ആഗ്രഹം അവരുടെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത്രത്തോളം അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ നമുക്ക് ഓവറോൾ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലായിരിക്കുന്നത്. ഓക്കെ, ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ട്രൂ ലവ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് തന്നെ ഇതൊരു ട്രൂ ലവ് ആണെന്ന് കാണിക്കുന്നുണ്ട്. യെല്ലോ കളർ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ആൻഡ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട്. ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ടോക്ക്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എത്രത്തോളം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. റെയിൻബോ സൈൻസ് റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ര മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഏതോ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് വീക്ക്, ഈ ഒരു വീക്ക് നിങ്ങൾക്ക് പ്രത്യേകത ഉള്ളതായിരിക്കാം. നമ്പർ 10, ലെറ്റർ T, ലെറ്റർ P, നമ്പർ 7, ഡിസംബർ മന്ത്. ലിബ്ര സോഡിയക് സൈൻ ആണ്. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയക് സൈൻ ലിബ്ര ആയിരിക്കാം. ലോങ് ഹെയർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ് ഹെയർ ഉണ്ടായിരിക്കാം. ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അക്വേറിയസ്, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സോഡിയക് സൈൻ അക്വേറിയസ് ആയിരിക്കാം. പെട്ടെന്ന് ഇമോഷണലായി പോകുന്ന ഒരു വ്യക്തിയാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും സഡനായിട്ട് പിണങ്ങി പോകുന്ന ഒരു ക്യാരക്ടറുണ്ട്. മേ ബി ഇത് നിങ്ങളുടേതാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ക്യാരക്ടറായിരിക്കാം. സോഷ്യൽ വർക്കറാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കാം. ഓക്കെ, മെഡിക്കൽ ഫീൽഡിലുള്ള വ്യക്തികളുണ്ട്. എബ്രോഡ് ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തികളുണ്ട്. നമ്പർ 1, ലെറ്റർ D, ലെറ്റർ O, കാപ്രിക്കോൺ സോഡിയക് സൈൻ ലഭിച്ചിട്ടുണ്ട്. നമ്പർ 19, നമ്പർ 18, വൈറ്റ് ബട്ടർഫ്ലൈസ്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണിത്. ആൻഡ് ഹീലർ, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം. ഏപ്രിൽ മന്ത്. ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരുണ്ട്. ഈഗോ പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ട്. മ്യൂസിക്, ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ടൊരു കണക്ഷൻ ഉള്ളതായിട്ടും കാണുന്നുണ്ട്. ലെറ്റർ B, ലെറ്റർ K, ആൻഡ് ലെറ്റർ C, ആൻഡ് 29, 36, ആൻഡ് ക്രേസ് ഓൺ വെഹിക്കിൾസ്. ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.